ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിഷേധമുണ്ടായി. ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് കലക്ടറേറ്റ് ഉപരോധിച്ചത്. അർഹരായ പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പ്രധാന ആരോപണം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലെ കല്ലുകടികൾ അവസാനിക്കുന്നില്ല. അനർഹരായ പലരും പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് ആക്ഷേപം. അർഹരായ പലരെയും ഒഴിവാക്കി എന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കലക്ടറേറ്റിന് മുന്നിൽ സമരവുമായെത്തി. കലക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ പ്രതിഷേധം. പുനരധിവാസ പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അർഹരായവർ പട്ടികയ്ക്ക് പുറത്തെന്നും ആരോപണം. അർഹരായ 173 കുടുംബങ്ങളെ കൂടി പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അനർഹരെ ഉൾപ്പെടുത്തിയതിന് സഹായിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. ദുരന്തത്തിൽ കെട്ടിടങ്ങൾ നഷ്ടമായ ഉടമകൾക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുക, ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചു. അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടെടുത്തു പ്രതിഷേധക്കാർ. അർഹതയുള്ള ഒരുപാട് പേര് പുറത്തു നിൽക്കെ തന്നെ അനർഹരായാണ് അവസാന 49 പേരെ ലിസ്റ്റ്. അതാണ് ഈ ലിസ്റ്റാണത്. ഈ ലിസ്റ്റിൽ അനർഹരായിട്ടുള്ള ഒരുപാട് പേര് കടന്നുകൂടിയിട്ടുണ്ട്. അത് തന്നെ ചൂരൽമല, ആ വെള്ളരിമല, ഞങ്ങളുടെ ഗ്രാമത്തെ വെള്ളരിമല എന്നറിയപ്പെടുന്നത് വെള്ളരിമല പ്രദേശത്ത് അധികാരമുള്ള, സ്വാധീനമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പറയുന്നത് അവർക്കാണ് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. ഈ 49 പേർക്ക് 49 മാനദണ്ഡങ്ങളാണ്. ഇന്ന് ഇതേ മാനദണ്ഡങ്ങളുള്ള മറ്റാളുകൾ ഉൾപ്പെടുത്തുന്നുമില്ല. പ്രതിഷേധം നീണ്ടതോടെ ADM-ഉം ഡെപ്യൂട്ടി തഹസിൽദാരുമായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തി. അനർഹരായ 5 പേർ പട്ടികയിൽ ഉൾപ്പെട്ടത് പുനഃപരിശോധിക്കുമെന്നും കെട്ടിട ഉടമകളുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ഉറപ്പ് ലഭിച്ചു. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പുനരധിവാസ പട്ടികയ്ക്ക് പുറത്തുള്ള റാട്ടപ്പാടിയും അട്ടമലയും പടവെട്ടിക്കുന്നും അടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി നൽകുന്നു. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.